ഹോമാക്കുട്ടിയെ എത്ര എണ്ണം കൊടുത്തറ ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. ആട് 2 എന്താ പറഞ്ഞോ അത് തന്നെയാണ് അടിക്ക് 3 ക്യാരക്ടേഴ്സ് എല്ലാം. പിന്നെ അത് എന്നോട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവണം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വീരഭദ്ര, നീ എന്റെ അച്ഛനാവാ നോക്കരുത്. കണ്ണ് ഞാൻ കാണിക്കാറില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നന്ദിയേട്ടവന്മാരെ എല്ലാരും കൂടെ ശവത്തി കുത്താടാ. കണ്ണ് കാണിക്കാൻ വേണ്ടിയാ സത്യമായിട്ട് മാലിട്ടത് ഞാൻ മാറ്റിയതാ. അതുകൊണ്ടാ കണ്ണ് കഴിച്ചത്. ഞാൻ ഭയങ്കര സുന്ദരനാന്ന് എനിക്കറിയാം, നിങ്ങൾ പറയാതെ തന്നെ. സന്തോഷമല്ലേ നമ്മള് കൊറേ കൊല്ലമായിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരുമിച്ച് മൂവി പിന്നെ ഞങ്ങൾ മൂവി ചെയ്യണം. അല്ലെങ്കിൽ ആദ്യമായിട്ടാണ്, പിന്നെ ഞാൻ പറഞ്ഞോളൂ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പടത്തിന് ഇന്റർവ്യൂക്ക് എല്ലാവരും കൂടി. എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അതെ, എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? ഒരു 1000 കോടി ക്ലബിൽ കയറി. ഓക്കെ, ആ 1000 കോടി ക്ലബിൽ കയറി ആർക്കായിരിക്കും ക്രെഡിറ്റ് കൊടുക്കുക നിങ്ങള്? ഓ, 1000 കോടി കിട്ടി. ഇനിയിപ്പോ അടുത്ത തവണ 4ലേക്ക് 4 ചിന്തിക്കുമ്പോ കുറച്ചും കൂടി വലിയ സിനിമയായിട്ട് നമുക്ക് വരാം. അല്ല, ഇപ്പൊ 1000 കോടി ക്ലബിൽ കയറിയില്ലെങ്കിൽ ആരെയായിരിക്കും ബ്ലെയിം ചെയ്യാൻ പോകുന്നത്? പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കാശ് പോയി. അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്, ഒറ്റെണ്ണം നേരെയാവില്ല. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അതുപോലെ തന്നെ വിജയ് ചേട്ടൻ പറഞ്ഞ സെറ്റിലെ ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ടുള്ള വ്യക്തി വിനായകൻ ചേട്ടനാണ്. നമുക്ക് എല്ലാവർക്കും തൽക്കാലം ഇത്രയും മതി. വരട്ടെ.